രഘുപതി രാഘവ രാജാറാം. ഹലോ, രഘുപതി രാഘവ രാജാറാം സാറേ. രഘുപതി രാഘവ രാജാറാം സാറോ? ഞാൻ രഘുപതി രാഘവ രാജാറാം സാർ അല്ല, ഗോപാലകൃഷ്ണ പിള്ളയാണ്. അല്ല, സാറ് പിന്നെ ഫോണിൽ കൂടെ പറഞ്ഞ എന്താണ്? അത് ഞങ്ങൾ തികഞ്ഞ ഗാന്ധിയന്മാര് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം രഘുപതി രാഘവ രാജാറാം എന്നേ പറയാറുള്ളൂ. അപ്പൊ ഫോൺ ഡിസ്കണക്ട് ചെയ്യുമ്പോഴോ? പതീത പാവന സീതാറാം. കുട്ടി വിളിച്ച കാര്യം പറ. സാറിന്റെ പേരെന്തുവാന്ന് പറഞ്ഞേ? ഗോപാലകൃഷ്ണ പിള്ള, ദണ്ഡി ഗോപാലകൃഷ്ണ പിള്ള. തെണ്ടി ഗോപാലകൃഷ്ണ പിള്ള? ആരുടെ? തെണ്ടി ഗോപാലകൃഷ്ണ പിള്ള അല്ല, ദണ്ഡി ഗോപാലകൃഷ്ണ പിള്ള. പണ്ട് ദണ്ഡി യാത്രയ്ക്ക് പോയപ്പോ ഗാന്ധിജി എനിക്കിട്ട് തന്ന ടൈറ്റിലായത്. നീ വിളിച്ച കാര്യം പറയണേ. അതെ, എന്റെ പേര് രമണി. ആരുടെ മണി? ആരുടെ മണിയല്ല, രമണി. സാറിന് മോനില്ലേ? എനിക്കൊരു മോനല്ല, എനിക്ക് 2 ആൺമക്കളാ. ഒന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോ ഉണ്ടായതും മറ്റേത് ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞു വന്നപ്പോ ഉണ്ടായതും. എന്നാ ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞു വന്നപ്പോ ഉണ്ടായതായിരിക്കും. കണ്ട ഉപ്പുമാങ്ങ ഭരണി പോലെ തന്നെ ഇരിക്കും. അപ്പ ഇളയവനാ കുമാരൻ ഗാന്ധി. കാര്യം പറ കൊച്ചേ. ആ വൃത്തികെട്ടവനുണ്ടല്ലോ, അവൻ എന്നോട് അനാവശ്യം പറഞ്ഞു. എന്നാണ് ആവശ്യം? എന്റെ കൂടെ ഊട്ടിയിൽ വരുമോ, ഊട്ടിയിൽ വന്ന 2 കാഞ്ചീപുരം സാരി വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. തെണ്ടി. എന്റെ ലാലാല ജപത്രോയി, ഞാനല്ല ഈ കേൾക്കണേ. തികഞ്ഞ ഗാന്ധിയനായി വളർത്തിക്കൊണ്ടുവന്ന എന്റെ ഇളയ മകൻ ഒരു പെൺകുട്ടിയോട് അനാവശ്യം പറഞ്ഞെന്നോ? ഇത് ഞാൻ വിശ്വസിക്കല്ല മോളെ. കൊച്ചിന് ചിലപ്പോ ആള് മാറിപ്പോയായിരിക്കും, വേറെ വല്ല ഇറക്കണമൊക്കെ ആയിരിക്കും. എനിക്ക് ആള് മാറിയതൊന്നും അല്ല, നിങ്ങളുടെ മകൻ തന്നെയാ. ശരി ശരി, അങ്ങനെയാണെങ്കിലേ ഞാൻ അവനെ ഒന്ന് വിളിച്ച് ചോദിക്കാം കേട്ടോ. എന്നാ പേരെന്ന് പറഞ്ഞേ? രമണി. രമണി ഫോൺ വെച്ചോ കേട്ടോ. പതീത പാവന സീതാറാം. എടാ കുമാരൻ ഗാന്ധി. രഘുപതി രാഘവ രാജാറാം. അച്ഛാ. പതീത പാവന സീതാറാം. എന്താണ് അച്ഛാ ശബ്ദത്തിനൊരു കനപ്പ്? ഞാൻ നിന്നെ കുറിച്ച് മോശമായ ഒരു കംപ്ലൈന്റ് അറിഞ്ഞു. എന്താണ് എന്നെ കുറിച്ച് അച്ഛനറിഞ്ഞ കംപ്ലൈന്റ്? കംപ്ലൈന്റ്? നീ ഏതോ പെണ്ണിനെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചെന്നോ, സാരി വാങ്ങി കൊടുത്തെന്നോ? മോനെ, അച്ഛൻ ഈ അറിഞ്ഞതെല്ലാം സത്യമാണോടാ? അച്ഛനോട് ആരാണ് ഈ അസംബന്ധം വിളിച്ചു പറഞ്ഞത്? ഒരു പെൺകുട്ടിയാണ്, പേര് രമണി. ഇപ്പൊ സംഭവം മനസ്സിലായി. അപ്പൊ അച്ഛൻ അറിഞ്ഞ സംഭവം സത്യമാണല്ലേ? എന്റെ അച്ഛനെ പറ്റിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരൻ ഫോണിൽ വിളിച്ച് പറ്റിച്ചതല്ലേ? കൂട്ടുകാരനാണോടാ രമണി എന്ന് പേര്? രമണിയല്ല, രമണൻ. അവനാണ് എന്റെ കൂട്ടുകാരൻ. അവന്റെ സ്ഥിരം പരിപാടി ഇതാണ് അച്ഛാ. മോനെ, എന്തോ? അച്ഛനെ കുറിച്ച് മോൻ അറിയാവല്ലോ. ഒരു തികഞ്ഞ ഗാന്ധിയനാണ് നിന്റെ അച്ഛൻ. എന്നെ പോലെ തന്നെ എന്റെ മോനും ഒരു ഗാന്ധിയനായി വളരണം. അല്ലാതെ നീ അലവലാതിയായി പോകരുത്. ഇല്ല. അതൊക്കെ പോട്ടെ. എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും കുറിച്ചുള്ള ബുക്കുകളൊക്കെ മോൻ വായിക്കാറുണ്ടോ? പിന്നെ എല്ലാ സ്വാതന്ത്ര്യ സമര സുനാമികളെ കുറിച്ചുള്ള സേനാനികളെ കുറിച്ചുള്ള എല്ലാം ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട് അച്ഛാ. ഇത്രയേറെ ബുക്കുകളൊക്കെ വായിച്ച സ്ഥിതിക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് കുറച്ച് ചോദ്യം കുമാരനോട് ഞാൻ ചോദിക്കാം. അച്ഛൻ ചോദിക്കച്ചാ. ഗാന്ധിജിയെ മോൻ ഇത്ര ഇഷ്ടപ്പെടാൻ ഗാന്ധിജിയുടെ ഏത് സ്വഭാവമാണ് മോനെ ആകർഷിച്ചത്? ഗാന്ധിജി 14-ാം വയസ്സിൽ പെണ്ണ് കെട്ടി 15-ാം വയസ്സിൽ കൊച്ചുണ്ടായി. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. എടാ ദാദാബായി നവറോജി. അതാരാണ് നരഭോജി? നരഭോജിയോ? പമ്പര വിട്ടി. തികഞ്ഞ ഗാന്ധിയനായ എന്റെ മക്കളാണെന്ന് പറഞ്ഞു നടക്കാൻ നിനക്ക് കാണാമില്ലേ? എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളായ എന്റെ ഫ്രണ്ട്സിനെ ഒന്നും തിരിച്ചറിയാത്ത നീ എന്റെ മകനല്ല. അയ്യോ. അതുകൊണ്ട് എന്റെ സ്വത്തുവകകളായ ഏലപ്പാറയിലെ മഹാത്മാ എസ്റ്റേറ്റും കുമ്പളങ്ങിലെ കിറ്റിന്റെ തെങ്ങിൻതോപ്പും സുഭാഷ് ചന്ദ്രബോസ് ബീഡി കമ്പനിയും ഞാൻ നിനക്ക് തരികയില്ല. അതെന്റെ മൂത്തവൻ ജയൻ ഗാന്ധിക്ക് എഴുതി വെക്കും. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഗാന്ധിജി മരിച്ച പോലെ തന്നെ മരിക്കും. എന്നടാ നീ ചോദിച്ചാൽ? അച്ഛൻ അമ്പലത്തിൽ പോകുമ്പോ ഞാൻ വേണ്ടി വെച്ചു. എന്റെ ഭാരതമാതാ, എന്റെ ഈ കുമാരൻ ഗാന്ധി എന്താ ഇങ്ങനെ പിഴയും തല്ലിപ്പോയത്? കുമാരൻ ഗാന്ധി സേട്ടാ. എന്റെ പൊന്നു കാമാക്ഷി, നീ എന്താണ് ഇവിടെ? ഞാൻ എവിടെയൊക്കെ ചേട്ടനെ തിരക്കി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ പോ. അതെ ചേട്ടാ, ചേട്ടനെ കണ്ട അത്യാവശ്യം ഒരു കാര്യം പറയാൻ വന്നതാ. എന്ത് അത്യാവശ്യ കാര്യമാണെങ്കിലും നീ ഇപ്പൊ പോ. അകത്ത് അച്ഛനുണ്ട്. അച്ഛൻ പറഞ്ഞാ പ്രശ്നമൊക്കെ പൊയ്ക്കോ. അങ്ങനെ ഞാൻ പോകൂല ചേട്ടാ, വന്ന കാര്യം പറഞ്ഞിട്ടേ പോകൂ. എടീ, എന്താണെന്ന് വെച്ചാ പറഞ്ഞു തോലക്ക്. ചേട്ടാ, ഇന്നലെ രാത്രി ചേട്ടൻ എന്റെ വീട്ടിൽ വന്നില്ലേ? അയ്യോ, ചേട്ടന് ഞാൻ എന്റെ മനസ്സും ശരീരവും തന്നില്ലേ? തന്ന കാര്യമൊന്നും വിളിച്ചു പറയല്ലേ കാമാക്ഷി. അച്ഛനകത്തുണ്ട്. അച്ഛൻ ഞങ്ങളെ തികഞ്ഞ ഗാന്ധിയന്മാരായിട്ടാണ് വളർത്തുന്നത്. പറഞ്ഞു നാറ്റിക്കരുത്. നീ പോ ചേട്ടാ. ഇന്നലെ രാത്രി ചേട്ടൻ എന്റെ മനസ്സും ശരീരവും കവർന്നില്ലേ? കവർന്നതിന് ഞാൻ എന്തെങ്കിലും കവറി വെച്ച് തരാം. നീ പോ ചേട്ടാ.
കാശ് ചോദിക്കാനൊന്നും അല്ല സേട്ടാ ഞാനിപ്പോ വന്നത്. പിന്നെ സേട്ടനോട് ഒരു കാര്യം പറയാൻ മറന്നു. എന്ത് കാര്യം? സേട്ടാ, ഞാൻ കുടക് വംശത്തിൽ പിറന്ന പെണ്ണാ. ആണോ? ഞങ്ങളുടെ വംശത്തിൽ ഒരു പെണ്ണ് ഒരു പുരുഷന് ശരീരവും മനസ്സും നൽകിയ പിന്നെ ആ പെണ്ണിനെ ആ പുരുഷൻ കാണുമ്പോ ഒരു കുടക് മന്ത്രം ചൊല്ലണം. കടുക് മന്ത്രം? കുടക് മന്ത്രം. അപ്പൊ തിരിച്ചൊരു മന്ത്രം ആ പെണ്ണ് ചൊല്ലും. അപ്പോ ചെയ്യുന്ന പാപത്തിന് മോക്ഷം കിട്ടുമെന്നാ ഞങ്ങളുടെ കുടക് വംശത്തിന്റെ വിശ്വാസം. അതെ, നിന്ന് നേരം കളയേണ്ട, വേഗം തന്നെ ആ മന്ത്രം പറഞ്ഞിട്ട് വീട്ടിൽ പോ. സേട്ടാ, പുരുഷൻ ചൊല്ലണം ബസ്കിലക്കടി ഗുമ്മാ ഗുമ്മാ. ബസ്സിലപ്പടി ഉമ്മ ഉമ്മയ? അയ്യോ സേട്ടാ, ബസ്സിലപ്പടി ഉമ്മ ഉമ്മ എന്നല്ല, ബസ്കിലക്കടി ഗുമ്മാ ഗുമ്മാ. കാമാക്ഷി, എന്നതാണ് ഇതിന്റെ അർത്ഥം? എന്ന് വെച്ചാ തന്ന സേവനത്തിന് നന്ദി. കൊള്ളാം കൊള്ളാം. അപ്പൊ പെണ്ണെന്താ തിരിച്ചു പറയണ്ടെന്നറിയോ? ഒന്ന് പോടാ പന്നിയെന്നാണോ? അല്ല, ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. എന്ന് വെച്ചാ എന്താണ്? മച്ചാൻ ഇനിയും സ്വാഗതം സ്വാഗതം. കൊള്ളാം കൊള്ളാം. അപ്പൊ ഇനി നേരെ കളയണ്ട, നമുക്ക് മന്ത്രം ചൊല്ലാം. അപ്പൊ നമ്മൾ കണ്ടു. ബെസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ബെസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ബെസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ബെസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. അയ്യോ കാമാക്ഷി, ഇതേ ചേട്ടൻ ജയകാന്തി വരുന്നു. വേഗം വിട്ടോ, വേഗം വിട്ടോ. അയ്യോ, ഞാൻ എത്തി. 10 ബ്രിട്ടീഷുകാരെ കിട്ടിയിരുന്നെങ്കിൽ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കാമായിരുന്നു. തേടിയ പെണ്ണ് കാലിച്ചിട്ടില്ലോ. എന്താടി നിന്റെ പേര്? കാമാക്ഷി. കാമാക്ഷി, അത് കൊള്ളില്ല. ഞാൻ നിന്നെ സീമകാന്തി എന്നോ ശീലകാന്തി എന്നോ മാത്രമേ വിളിക്കൂ. എന്റെ സീമകാന്തി. എന്റെ ജയകാന്തി സേട്ടാ. ആഹാ, എന്ത് അത്ഭുതം! എന്റെ ഒറ്റ ഡയലോഗിൽ തന്നെ ഇവൾ വീണല്ലോ. എന്റെ സീമകാന്തി, എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പുണരണം. കെട്ടിപ്പുണരാം, പക്ഷേ അതിനു മുമ്പ് ഒരു കുടക മന്ത്രം സേട്ടൻ പഠിക്കണം. നിന്നെ കെട്ടിപ്പുണരാൻ ഏത് വിടക്ക് മന്ത്രം വേണേലും ഞാൻ പഠിക്കാം. പറയടേ, ഏതാണ് മന്ത്രം? ഞങ്ങളുടെ വിശ്വാസത്തിൽ ഒരു സ്ത്രീ പുരുഷന് അവളുടെ സർവവും സമർപ്പിച്ച പിന്നെ അവര് തമ്മിൽ കാണുമ്പോ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. വേഗം പറയന്റെ മോളെ. സേട്ടൻ പറയണം ബസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. അപ്പൊ ഞാൻ പറയും ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ. ഇത്രയുള്ളൂ, വെരി സിമ്പിൾ. ഞാൻ ആ മന്ത്രം എന്നേ പഠിച്ചു കഴിഞ്ഞു. ഡെസ്കിലടിക്കടി ഗുമ്മാ ഗുമ്മാ. ചേട്ടാ, ഡെസ്കിലടിക്കടി അല്ല, പിന്നെ ബസ്കിലക്കിടി. സൂര്യകുട്ടി, എനിക്കൊരു അക്കടി പറ്റിയതാണ്. ശരി ശരി, ബെസ്കിലക്കടി ഗുമ്മാ ഗുമ്മാ. വരൂ സേട്ടാ, നമുക്ക് സർവസ്വം പങ്കുവെക്കാം. അതിശരി, കൊള്ളാലടി കാമാക്ഷി. നിനക്ക് ഇത് തന്നെ പരിപാടി. നീ എന്നെ മയക്കിയെടുത്ത് ഇപ്പൊ എന്റെ ചേട്ടനെ മയക്കുന്നോ? നിന്റെ ഒരു ഒടുക്കാത്ത ഒരു ബെസ്കിലക്കടി. ഇറങ്ങി പോടി വീട്ടിൽ നിന്ന്. ഓഹോ, ഇവൾ നീയുമായിട്ടും ബെസ്കിലക്കടി നടത്തിയില്ലേ? എന്നിട്ടാണോടി എന്റെ അടുത്തേക്ക് വന്നത്? ഒരു ഗ്രൂപ്പ് ബെസ്കിലക്കടിക്ക് എനിക്കൊട്ടും താല്പര്യമില്ല. ഇറങ്ങിപ്പോടി. അതെ, അങ്ങനെ ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, കാമാക്ഷി നിന്നെയൊക്കെ നാറ്റിച്ചിട്ട് ഈ വീട് വിട്ടു പോകൂ. പ്ലീസ്, നാറ്റിക്കരുതേ. ഒരു പെണ്ണ് വിചാരിച്ചാലുണ്ടല്ലോ, നിന്റെയൊക്കെ ഒരു കപട ഗാന്ധി പരിപാടി. എന്റെ പൊന്ന് കാമാക്ഷി, അച്ഛൻ കേക്കും. ദയവ് ചെയ്ത് നീ വീട്ടിൽ നിന്ന് പോ. നിനക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ കൊണ്ടുതരാം. ഇതാരാ ഉമ്മറത്ത് കിടന്ന് വേളം വെക്കണേ? അയ്യോ അച്ഛൻ, ഓടിക്കോ. അത് ശരി, തികഞ്ഞ ഗാന്ധിയനായ എന്റെ വീട്ടിലൊരു പെണ്ണോ? ആരാടി നീ? കൈമാറ്റടി. എന്റെ അമ്മോ, ഗോപാലകൃഷ്ണൻ സാറോ? കാമാക്ഷി, ബസ്കിലക്കിടി ഗുമ്മാ ഗുമ്മാ. അച്ഛോ, ഗംഭീര ഗുസ്തി സുമ്മാ സുമ്മാ.